വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഞ്ചിനീയറിംഗ് ജിയോളജി. നമ്മൾ മോഡ്യൂൾ 3 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് മോഡ്യൂൾ 3യുടെ സിലബസ് ആണ്. നമ്മൾ ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചും മെയിൻലി നമ്മൾ ഹൈഡ്രോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മോഡ്യൂൾ 3ൻ്റെ അകത്ത് പറയുന്നത്. സോ ഹൈഡ്രോളജി എന്താണ്? ഹൈഡ്രോളജി ദ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ പറ്റി പഠിക്കുന്നതിനെയാണ് എന്ത് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ദി സോയിൽ ആൻഡ് റോക്സ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ് കോമൺലി ഇൻ അക്വിഫേഴ്സ്. ഓക്കെ, ഈസ് ഹൈഡ്രോളജി അല്ലെങ്കിൽ ഓൾസോ കോൾഡ് എന്താണ് അണ്ടർ വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി എന്ന് പറയും. ഓക്കെ, സോ ലിക്വിഡ് വാട്ടർ ഒക്കേഴ്സ് ഓൺ ആ പ്ലാനറ്റ് ഇൻ ഫ്രീ ഫോം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പ്ലാനറ്റിൽ അതായത് എർത്തിൽ ലിക്വിഡ് വാട്ടർ 3 ഫോമിലാണ് മെയിൻലി കാണുന്നത്. 3 തരത്തിലാണ് നമ്മുടെ വാട്ടറിനെ നമ്മൾ കാണുന്നത്. എങ്ങനെയൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ സ്റ്റാൻഡിങ് വാട്ടറായിട്ട് കാണും. അതായത് സീ, ഓഷ്യൻ അതുപോലെ ലേക്സിലൊക്കെ ഉള്ള വാട്ടറാണ് നമ്മൾ സ്റ്റാൻഡിങ് വാട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ് കാണുന്നത്? ഫ്ലോയിങ് വാട്ടറായിട്ട് കാണും. ഓക്കെ, ഫ്ലോയിങ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടർ, അതായത് റിവർ, സ്ട്രീം അതുപോലെ സ്പ്രിങ്സിലൊക്കെ ഉള്ളത് എന്താ ഫ്ലോയിങ് വാട്ടറാണ്. ഓക്കെ, ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാലാണ് സബ് സർഫസ് വാട്ടർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് ഫിലിംസ് അറൗണ്ട് ഗ്രെയിൻസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ഇൻ പോർ സ്പേസ് ആൻഡ് കാവിറ്റീസ് ഇൻ റോക്ക് ഫില്ലിംഗ് ദം പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി ഓവർ വേരിയബിൾ ഏരിയ ആൻഡ് ക്രിയേറ്റിംഗ് അണ്ടർഗ്രൗണ്ട് റിസർവർ. അതായത് സബ് സർഫസ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ് ഡ്രോപ്ലെറ്റ്സ് ഇൻ പോർ സ്പേസ് ആൻഡ് കാവിറ്റീസ് ഓഫ് റോക്കിൻ്റെ അകത്തുള്ള പോർ സ്പേസ് അല്ലെങ്കിൽ റോക്കിന് കാവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഉള്ള വാട്ടർ അല്ലെങ്കിൽ സർഫസിലുള്ള അതായത് സബ് സർഫസിലുള്ള അങ്ങനത്തെ വാട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത് സബ് സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സബ് സർഫസ് വാട്ടറിനെ പിന്നെയും 2 മെയിൻ ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നമ്മൾ വഡോസ് വാട്ടർ എന്ന് പറയും, പിന്നുള്ളതിന് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും. സബ് സർഫസ് വാട്ടറിനെ നമ്മൾ വഡോസ് വാട്ടർ എന്നും അതുപോലെ ഗ്രൗണ്ട് വാട്ടർ എന്നും നമ്മൾ പറയും. ഇതാണ് സോണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ് സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിലെന്താണെന്ന് വെച്ചാൽ ആദ്യം എന്താണുള്ളത്, ഫസ്റ്റ് നമ്മൾ കാണുന്നത് അതായത് ഗ്രൗണ്ടിൽ നിന്ന് താഴോട്ട് പോകുന്നതാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇവിടെയുള്ള വാട്ടർ എന്താണ്, ഈ പോർഷനിലുള്ള വാട്ടറിന് എന്തെന്ന് പറയും സോയിൽ വാട്ടർ സോണാണ്. ഓക്കെ, ഈ സോണാണ് എന്താ സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത് ഇവിടെ ഉള്ള സോൺ ഇതെന്താണ് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറയും, അതിനെയാണ് വഡോ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയുള്ള ഈ ചെറിയ പോർഷൻ എന്താണ്, ഇതാണ് കാപ്പിലറി സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോയിൽ വാട്ടർ സോൺ അതുപോലെ വഡോ സോൺ അതുപോലെ കാപ്പിലറി സോൺ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നമ്മൾ എന്തെന്ന് പറയും, ആ 3 സോണിലുള്ള വാട്ടറിനെയാണ് നമ്മൾ വഡോസ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോണിന് എന്തെന്ന് പറയും സോൺ ഓഫ് എയറേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സോയിൽ വാട്ടർ സോൺ ഉണ്ട്, വഡോസ് സോൺ ഉണ്ട്, കാപ്പിലറി സോൺ ഉണ്ട്. ഈ 3 സോണിലുള്ള വാട്ടറിനെയാണ് നമ്മൾ ഒരുമിച്ച് വഡോസ് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഈ 3 സോണിനെയും ഒരുമിച്ച് ചേർത്ത് എന്താ പറയുന്നത് സോൺ ഓഫ് എയറേഷൻ എന്ന് പറയും. ഓക്കെ, വാട്ടർ ടേബിളിൻ്റെ താഴോട്ട് എന്താണ്, വാട്ടർ ടേബിളിൻ്റെ താഴോട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഉള്ളത്. ഓക്കെ, ഇവിടെയാണ് വാട്ടർ ടേബിൾ വരുന്നത്. വാട്ടർ ടേബിളിൻ്റെ താഴെ എന്താണുള്ളത് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഈ ഡാർക്ക് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. ആ വാട്ടറിനെ അതായത് ഗ്രൗണ്ട് വാട്ടർ ഉള്ള സോണിനെ എന്തെന്ന് പറയും സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ താഴോട്ട് എന്താണ് ഇംപെർമിയബിൾ സ്ട്രാറ്റോ ആയിരിക്കും, അതായത് വാട്ടറിനെ താഴോട്ട് പോകാൻ ഇനി പറ്റില്ല. ഓക്കെ, നമുക്ക് എന്താണ് വഡോസ് വാട്ടർ എന്ന് നോക്കാം. വഡോസ് വാട്ടർ occurs from surface downwards up to a variable depth and in a state of downward movement under the influence of gravity.
അതായത് ഒക്കേഴ്സ് ഫ്രം സർഫസ് ഡൗൺവേർഡ് ടു എ വേരിയബിൾ ഡെപ്ത്. സർഫസിൽ നിന്ന് താഴോട്ട് ഒരു വേരിയബിൾ ഡെപ്ത്, ഒരു പെർട്ടിക്കുലർ ഡെപ്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, വഡൂസ് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ അവിടുത്തെ വാട്ടർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എന്താ, ഗ്രാവിറ്റി. ഓക്കെ, ഇറ്റ്സ് മൂവ്മെൻറ്റ് ഈസ് കോമൺലി ഡിസ്ക്രൈബ്ഡ് ആസ് ഇൻഫിൽട്രേഷൻ. അതായത് സർഫസിൽ നിന്ന് ഈ വാട്ടർ താഴോട്ട് വരില്ലേ, അതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർഫസിൽ നമ്മൾ എന്താ, സർഫസിൽ സോയിലിൽ പുറത്ത് വാട്ടർ വീഴുമ്പോൾ അത് എന്താ, ഗ്രൗണ്ടിൻ്റെ അകത്തോട്ട് ഊസ് ഔട്ട് ചെയ്ത് ഇറങ്ങും. ആ സംഭവത്തിനാണ് നമ്മൾ, ആ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. The thickness of soil and rock through which the Vaduz water infiltrate is called zone of aeration. അതായത് വഡോസ് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ആ തിക്നെസ്, അതായത് അത്രയും ദൂരം, എത്ര ആ ഡെപ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയുള്ള എന്താണ് ഫിഗറിൽ നമ്മൾ കണ്ടതാണ് സോൺ ഓഫ് എയറേഷൻ. ഓക്കെ, ഇൻ ദ സോൺ ഓഫ് എയറേഷൻ ദ സോയിൽ ആൻഡ് റോക്സ് റിമെയിൻ അൺസാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. എന്താണ്, സോൺ ഓഫ് എയറേഷനിൽ സോയിലും റോക്സും എങ്ങനെയായിരിക്കും, അൺസാച്ചുറേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, വഡൂസ് വാട്ടർ കഴിഞ്ഞു, പിന്നെ എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ആണ് അല്ലേ. ഗ്രൗണ്ട് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, ദിസ് ഇൻക്ലൂഡ്സ് ഓൾ ദി സബ്സർഫസ് വാട്ടർ റീച്ചിങ് അ ഡെപ്ത് ബിലോ വിച്ച് ഓൾ ദി പോർ സ്പേസ് ഓപ്പണിങ്സ് ആൻഡ് അതർ ക്യാവിറ്റീസ് ഓഫ് ദ സോയിൽ ആൻഡ് റോക്സ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അതായത് ദിസ് ഇൻക്ലൂഡ് ഓൾ ദി സബ്സർഫസ് വാട്ടർ റീച്ചിങ് എ ഡെപ്ത്, അതായത് ബിലോ എന്താണ്, അറ്റ് പെർട്ടിക്കുലർ ഡെപ്ത് ബിലോ എത്തുന്ന എല്ലാ സബ്സർഫസ് വാട്ടറിനെ നമ്മൾ പറയുന്നത് എന്തെന്നാണ്, ഗ്രൗണ്ട് വാട്ടർ എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും താഴത്തെ പോർഷനിലുള്ള വാട്ടർ, അതായത് മുകളിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുന്ന വാട്ടറൊക്കെ ഗ്രൗണ്ട് വാട്ടർ ആയിട്ടാണ് ലാസ്റ്റ് എത്തുന്നത്. ഓക്കെ, അങ്ങനെ ആ ലാസ്റ്റ് താഴെ വരെ എത്തുന്ന വാട്ടറിന് എന്തെന്ന് പറയും, ഗ്രൗണ്ട് വാട്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. The thickness, length and width of the saturated strata, the aquifer, consists the groundwater reservoir in a given area. അതായത് തിക്നെസ്, ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് സാച്ചുറേറ്റഡ് സ്ട്രാറ്റ. സാച്ചുറേറ്റഡ് സ്ട്രാറ്റ എന്ന് വെച്ചാൽ ഇവിടെ അക്വിഫറിനെയാണ് പറയുന്നത്. അക്വിഫയർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, തിക്നെസ്, ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി സാച്ചുറേറ്റഡ് സ്ട്രാറ്റ ദ അക്വിഫയർ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രൗണ്ട് വാട്ടർ റിസർവോയർ ഇൻ എ ഗിവൺ ഏരിയ. ഓക്കെ, അപ്പോൾ അതിലാണ് എന്താ ഉള്ളത്, ഗ്രൗണ്ട് വാട്ടർ റിസർവോയർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അവിടെയാണെന്നാണ് പറയുന്നത്. ഇൻ ദിസ് സോൺ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഈസ് പ്രിൻസിപ്പലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഹെഡ്. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഹെഡാണ് എന്താണ് ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്, അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ഹെഡ്. ഈസ് കോമൺലി ഡിസ്ക്രൈബ് ബൈ ദി ടേം പെർക്കുലേഷൻ. അതായത് പെർക്കുലേഷൻ വഴിയാണ് എന്താണ് മൂവ്മെൻറ്റ്, വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ. Ground water is also often withdrawn from agricultural, municipal and industrial use by constructing and operating extraction wells. Okay, അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഇസ് ഓൾസോ ഓഫൺ വിഡ്രോൺ ഫ്രം എന്താണ് അഗ്രികൾച്ചറൽ, അതുപോലെ മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ് ബൈ കൺസ്ട്രക്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്ട്രാക്ഷൻ വെൽ. ഓക്കെ, പിന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ ഈസ് ഓഫൺ ചീപ്പർ, മോർ കൺവീനിയൻറ്റ് ആൻഡ് ലെസ് വൾണറബിൾ ടു പൊല്യൂഷൻ ദാൻ സർഫസ് വാട്ടർ. ഓക്കെ, അപ്പോൾ സർഫസ് വാട്ടറിൽ പൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗ്രൗണ്ട് വാട്ടർ എന്താണ്, പൊല്യൂഷൻ ഫ്രീ ആണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, ഇതെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ ഫിൽറ്റർ ചെയ്താണ് എന്താ സോയിലിൻ്റെ ഓരോ ലെയർ വഴിയും ഫിൽറ്റർ ചെയ്ത് ഏറ്റവും അടിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടർ എന്താ പ്യൂരിഫൈ ചെയ്തിട്ടാണ് താഴോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് പ്യുവറാണ്, അതുപോലെ പൊല്യൂഷൻ ഫ്രീയും ആണ്. പിന്നെ എന്താ ഗ്രൗണ്ട് വാട്ടർ ഈസ് ദ വാട്ടർ പ്രസൻറ്റ് beneath earth's surface in soil pore space and in the fractures of rock formation. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. has
a suitable composition and is free from turbidity, objectionable colors and pathogenic organisms requiring not much treatment. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞത് എന്താണ് പ്യുവർ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, സ്യൂട്ടബിൾ കോമ്പോസിഷൻ ആണെന്ന് വെച്ചാൽ ഫ്രീ ടർബിഡിറ്റി ഇല്ല, അതുപോലെ ഒബ്ജെക്ഷനബിൾ കളർ ഇല്ല, പാത്തജൻ ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി മച്ച് സേഫ് ഫ്രം ഹസാർഡ്സ് ഓഫ് കെമിക്കൽ, റേഡിയോജനിക് ആൻഡ് ബയോളജിക്കൽ പൊല്യൂഷൻ. ഓക്കെ, അപ്പം എന്താണ് പ്യുവർ ആണെന്നാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, സപ്ലൈസ് ആർ നോട്ട് ക്വിക്ലി എഫക്റ്റഡ് ബൈ ഡ്രോട്ട് ആൻഡ് അതർ ക്ലൈമറ്റിക് ചേഞ്ചസ് ആൻഡ് ഹെൻസ് ആർ മോസ്റ്റ് ഡിപ്പെൻഡബിൾ. എന്താണ് ക്ലൈമറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ഡ്രോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഗ്രൗണ്ട് വാട്ടറിൻ്റെ സപ്ലൈ കുറയുന്നില്ല. ഓക്കെ, മോർ ഡിപ്പെൻഡബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ആണ്. Being available locally in many cases may be trapped and distributed at much lesser cost. Okay, much lesser cost using a very little network of pipes. Okay, അപ്പോൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇൻ മെനി ഏരിയ ഇറ്റ് ഈസ് ഡയറക്ട്ലി പമ്പ്ഡ് അപ്പ് ബൈ യൂസേഴ്സ്. കൂടുതൽ മെയിൻ ഏരിയാസിലും ഡയറക്ട്ലി യൂസേഴ്സ് തന്നെ സംഭവം എന്താണ് ഈ വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഒക്കർ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒക്കറൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടായത്. ഗ്രൗണ്ട് വാട്ടർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ്. ദർ ആർ 3 സോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് 3 സോഴ്സാണ് ഗ്രൗണ്ട് വാട്ടറിന് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീറ്റിയോറിക് വാട്ടർ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൊണൈറ്റ് വാട്ടർ. അത് കഴിഞ്ഞ് എന്താണ് ജുവനൈൽ വാട്ടർ, അല്ലെങ്കിൽ അതിനെ മാഗ്മാറ്റിക് വാട്ടർ എന്ന് പറയും. ഓക്കെ, ഈ 3 എണ്ണമാണ് എന്താണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ മെയിൻ 3 സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് മീറ്റിയോറിക് വാട്ടർ. മീറ്റിയോറിക് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ വാട്ടർ ഡിറൈവ്ഡ് ഫ്രം പ്രസിപ്പിറ്റേഷൻ. അതായത് പ്രസിപ്പിറ്റേഷൻ വഴി ഉണ്ടാകുന്ന വാട്ടറാണ് മീറ്റിയോറിക് വാട്ടർ എന്ന് നമ്മൾ പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ വഴി എന്ന് പറഞ്ഞാൽ എന്താ, റെയിൻ അല്ലെങ്കിൽ സ്നോ വഴി ഉണ്ടാകുന്ന വാട്ടർ. മഴ പെയ്യുമ്പോൾ താഴോട്ട് ഇറങ്ങി വരില്ലേ, അതായത് ഗ്രൗണ്ടിൽ അടിയിലോട്ട് പോകില്ലേ ആ വാട്ടർ. അതുപോലെ സ്നോ കൊണ്ടുണ്ടാകുന്ന ഇതായിട്ട് അടിയിലോട്ട് സ്നോ വന്നിട്ട് താഴോട്ട് പോകില്ലേ ആ വാട്ടറാണ് മീറ്റിയോറിക് വാട്ടർ നമ്മൾ പറയുന്നത്. Also, it is a reliable source of water. It is dependent on duration of rain, porosity of ground and nature of ground during rain. അതായത് എന്താണ് റെയിനിൻ്റെ ഡ്യൂറേഷൻ, എത്ര ടൈം മഴ പെയ്യുന്നു, അതുപോലെ ഗ്രൗണ്ടിൻ്റെ പോറോസിറ്റി എത്രമാത്രം ഉണ്ട്, അതുപോലെ ഗ്രൗണ്ടിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഈ വാട്ടറിൻ്റെ അളവും ഇരിക്കുന്നത് താഴോട്ട് പോകുന്നത് അല്ലേ. ഇപ്പോൾ ഒരുപാട് മഴ പെയ്യാണ്, പക്ഷേ എന്താണ് ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ നല്ലതല്ല, അല്ലെങ്കിൽ അവിടെ പൊറോസിറ്റി കുറവാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ വാട്ടർ എന്ത് ചെയ്യും, താഴോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യില്ല, പെർക്കുലേറ്റ് ചെയ്ത് പോകത്തില്ല. അത് അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും അത് ഒഴുകിപ്പോവും. അല്ല നല്ല ഗ്രൗണ്ട് കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ്, മഴ ഒരുപാട് പെയ്യും, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ഇത് ഡയറക്റ്റ്ലി താഴോട്ട് പെർക്കുലേറ്റ് ചെയ്ത് പോവും. These factors affect movement of surface water till groundwater table. അപ്പോൾ എന്താണ് these factors affect movement surface water groundwater ടേബിളിൽ എത്തുന്നവരെ ഈ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും. ഓക്കെ, സർഫസ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. The process of infiltration starts immediately after a rainfall. ഇൻഫിൽട്രേഷൻ്റെ പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മഴ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. അതായത് മഴ തുടങ്ങി മഴ ഗ്രൗണ്ടിൽ എത്തുന്നത് മുതൽ എന്ത് ചെയ്യും, ഇൻഫിൽട്രേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. This infiltrating water continues its downward journey to the zone of saturation to become a part of the underground groundwater in aquifers. അതായത് this infiltrating water continues its journey downwards to the zone of saturation
അതായത് സോൺ ഓഫ് സാച്ചുറേഷൻ വരെ അത് എത്തും. സോൺ ഓഫ് സാച്ചുറേഷനിൽ എത്തുന്നത് വരെ എന്ത് ചെയ്യും, ഈ ജേണി, അതായത് ഈ വാട്ടർ താഴോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ടിൽ എവിടെ വരെയാണ്, ഗ്രൗണ്ട് വാട്ടർ അക്വിഫേഴ്സിലുള്ള ഗ്രൗണ്ട് വാട്ടറിൽ എത്തുന്നത് വരെ ഈ വാട്ടർ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വാട്ടർ എന്നാണ്. അപ്പം മീറ്റിയോറിക് വാട്ടർ എന്ന് പറഞ്ഞാൽ മഴയിൽ നിന്നും അതുപോലെ സ്നോയിൽ നിന്നൊക്കെ പ്രസിപ്പിറ്റേഷൻ വഴി ഉണ്ടാകുന്ന വാട്ടറാണ് മീറ്റിയോറിക് വാട്ടർ. അത് മനസ്സിലായല്ലോ. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, കൊണേറ്റ് വാട്ടർ. ഓക്കെ, it is water that were trapped in the pores of sedimentary rocks as they were deposited. നമ്മൾ നേരത്തെ റോക്സിൻ്റെ പോർസിൽ വാട്ടർ ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ റോക്സിൻ്റെ, അതായത് സെഡിമെൻ്ററി റോക്സിൻ്റെ പോർസിലൊക്കെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന വാട്ടർ ഉണ്ട്. ഓക്കെ, അതാണ് അങ്ങനത്തെ വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊണേറ്റ് വാട്ടർ എന്ന് പറയുന്നത്. ആസ് റോക്സ് ആർ ബറീഡ്, ദീസ് അണ്ടർഗോ ലിത്തിഫിക്കേഷൻ ആൻഡ് ദി കൊണേറ്റ് വാട്ടർ ആർ യൂഷ്വലി എക്സ്പെൽഡ്. റോക്സ് ബറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലിത്തിഫിക്കേഷൻ സംഭവിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കൊണേറ്റ് വാട്ടർ യൂഷ്വലി എക്സ്പെൽ ചെയ്യും. ഓക്കെ, ലിത്തിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റ്സ്, അതായത് ഒരു റോക്കിന് വെതറിങ് നടന്ന് കഴിഞ്ഞുണ്ടാകുന്ന സെഡിമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സെഡിമെൻറ്റ്സ് തിരിച്ച് ഒരു സോളിഡ് റോക്ക് അല്ലെങ്കിൽ ഒരു സോളിഡ് ഫോമിലെത്തും. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. വെതറിംഗ് എന്ന് വെച്ചാൽ ഒരു സോളിഡ് എന്ത് ചെയ്യും, സെഡിമെൻറ്റ്സ് ആവുന്നത് വെതറിംഗ് നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ ഈ വെതറിംഗ് സംഭവിച്ച അല്ലെങ്കിൽ സെഡിമെൻറ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഒരു സോളിഡ് ഫോമിൽ എത്തുന്നതിനെയാണ് നമ്മൾ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, when the sedimentary rock form in lake, sea or river, deposition is followed by compaction which squeezes out water between the sediments. ഓക്കെ, അത് കോമ്പാക്ഷൻ സംഭവം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ സ്ക്യൂസ് ഔട്ട് വാട്ടർ ബിറ്റ്വീൻ ദ സെഡിമെൻറ്റ്സിലുള്ള വാട്ടർ എന്ത് ചെയ്യും, അത് സ്ക്യൂസ് ഔട്ട് ചെയ്ത് പുറത്ത് വരും. ഓക്കെ, അപ്പോൾ കൊണേറ്റ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ലിത്തിഫിക്കേഷൻ്റെ പ്രോസസ്സാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. വെതറിങ് ആൻഡ് ഇറോഷൻ. വെതറിങ് ആദ്യം എന്ത് സംഭവിക്കും, വെതറിങ്ങും അതുപോലെ ഇറോഷനും സംഭവിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ഉണ്ടായി, അവിടെ സെഡിമെൻറ്റ്സ് ഉണ്ടായി. ആ സെഡിമെൻറ്റ്സ് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും അല്ലേ. അതെവിടെ, ആ സെഡിമെൻറ്റ്സ് എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അത് ഡെപ്പോസിറ്റഡ് ആവണം അല്ലേ. അങ്ങനെ അതെവിടെയോ ഡെപ്പോസിറ്റഡ് ആയ ഒരു സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യും, അവിടെ എന്തൊക്കെ നടക്കുന്നു, ബറിയൽ, അതുപോലെ കോമ്പാക്ഷൻ ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യും, അത് ലിത്തിഫിക്കേഷൻ സംഭവിക്കും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പ്രോസസ്സാണ് ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെഡിമെൻറ്റ്സ് ഒരു സോളിഡ് റോക്ക് അല്ലെങ്കിൽ സോളിഡ് ഫോമിൽ എത്തുന്നതിനെയാണ് ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിത്തിഫിക്കേഷൻ്റെ തന്നെ ഒരു പിക്ചർ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വാട്ടർ എന്താണ്, ജുവനൈൽ വാട്ടർ, അല്ലെങ്കിൽ അതിന് നമ്മൾ മാഗ്മാറ്റിക് വാട്ടർ എന്നും പറയും. മാഗ്മാറ്റിക് വാട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് മാഗ്മാറ്റിക് വാട്ടർ ഓർ ജുവനൈൽ വാട്ടർ ഈസ് വാട്ടർ ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ a magma, okay, or rich water volatile fluid that are derived from a magma. മാഗ്മയിലുള്ള വാട്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, മാഗ്മാറ്റിക് വാട്ടർ എന്നോ അല്ലെങ്കിൽ ജുവനൈൽ വാട്ടർ എന്നോ നമ്മൾ പറയുന്നത്. ഓക്കെ, വാട്ടർ ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ മാഗ്മ. പിന്നെന്താണ്, ഹോട്ട് മോൾട്ടൻ മാസസ് ഓർ മാഗ്മാസ് എക്സിസ്റ്റിംഗ് ബിലോ ദി എർത്ത് സർഫസ് എമിറ്റ് സ്റ്റീം. ഓക്കെ, ഹോട്ട് മോൾട്ടൺ മാസ് അല്ലെങ്കിൽ മാഗ്മ എവിടെയാണ്, ബിലോ ദി എർത്ത് സർഫസ് ഉള്ള മാഗ്മ അല്ലെങ്കിൽ മോൾട്ടൺ മാസസ് എന്ത് ചെയ്യും, സ്റ്റീം എമിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. വിച്ച് കണ്ടൻസസ് ടു ഫോം വാട്ടർ. ഓക്കെ, മാഗ്മയിൽ അങ്ങനെയാണ് വാട്ടർ ഉണ്ടാകുന്നത്. സ്റ്റീം എമിറ്റ് ചെയ്യും, ആ സ്റ്റീം എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്ത് അവിടെ വാട്ടർ ഉണ്ടാകും. വിച്ച് ഓക്കുപ്പൈസ് എ ക്രാക്ക് ആൻഡ് പോസ് ഓഫ് റോക്സ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീം എന്ത് ചെയ്യും, സ്റ്റീം കണ്ടൻസ് ചെയ്ത് വാട്ടർ ആകും. അപ്പോൾ ഈ വാട്ടർ എവിടെയായിരിക്കും ഉള്ളത്, റോക്സിൻ്റെ ക്രാക്സിലും അതുപോലെ പോർസിലും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്.
ദിസ് വാട്ടർ ഈസ് കോൾഡ് ജുവനൈൽ വാട്ടർ അല്ലെങ്കിൽ എന്താ മാഗ്മാറ്റിക് വാട്ടർ എന്ന് നമ്മൾ പറയും അല്ലേ. ദിസ് മാഗ്മാറ്റിക് വാട്ടർ ഈസ് റിലീസ് ടു ദി അറ്റ്മോസ്ഫിയർ ഡ്യൂറിങ് എ വോൾക്കാനിക് ഇറപ്ഷൻ. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ഈ മാഗ്മാറ്റിക് വാട്ടർ റിലീസ് ചെയ്യുന്നത്. ഓക്കെ. Some hot springs and geysers are derived from magmatic water. Magmatic വാട്ടറിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ ഹോട്ട് സ്പ്രിങ്ങും അതുപോലെ ഗെയ്സേഴ്സും ഒക്കെ. ഓക്കെ. A hot spring is a spring എന്ന് വെച്ചാൽ എന്താ ചെറിയ അരുവി പോലത്തെ ഒരു ഇതിനെയാണ് നമ്മൾ സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ. A hot spring is a spring produced by the emergence of geothermally heated groundwater that rises from the earth crust. earth crustil നിന്ന് റൈസ് ചെയ്യുന്ന, എങ്ങനെ റൈസ് ചെയ്യുന്ന, ജിയോതെർമലി ഹീറ്റ് ചെയ്ത് റൈസ് ചെയ്യുന്ന വാട്ടർ കൊണ്ടുണ്ടാകുന്ന ചെറിയ സ്പ്രിങ്, അതിനെയാണ് ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ വാട്ടർ കൊണ്ടുണ്ടാകുന്ന സ്പ്രിങ്ങിനെ ഹോട്ട് സ്പ്രിങ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് ഗെയ്സേഴ്സ് എന്ന് പറഞ്ഞാൽ? ഗെയ്സർ ഈസ് എ വെന്റ് ഇൻ എർത്ത് സർഫസ് ദാറ്റ് പീരിയോഡിക്കലി ഇജക്ട്സ് എ കോളം ഓഫ് ഹോട്ട് വാട്ടർ ആൻഡ് സ്റ്റീം. അതായത് എർത്തിൻ്റെ സർഫസിലുള്ളൊരു വെൻറ്റിനെയാണ് നമ്മൾ ഗെയ്സർ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? പീരിയോഡിക്കലി ഇജക്റ്റ് എ കോളം ഓഫ് ഹോട്ട് വാട്ടർ ആൻഡ് സ്റ്റീം. പീരിയോഡിക്കലി ഹോട്ട് വാട്ടറും അതുപോലെ സ്റ്റീമും പുറത്തോട്ട് ഇജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യുന്ന ആ ഒരു വെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെയ്സർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹോട്ട് സ്പ്രിങ് എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ. ഇതാണ് നമ്മൾ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഒരു പടം, ഒരു ഫിഗറായിട്ട് കാണിക്കുന്നത്. അതുപോലെ ഗെയ്സർ ഉണ്ടോ, ഇതുപോലെ ആയിരിക്കും ഗെയ്സർ. അതായത് ഒരു ചെറിയ വെൻ്റ് ആയിരിക്കും, വാട്ടറും സ്റ്റീമും ഒക്കെ പുറത്തോട്ട് ഇജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക് എന്താ? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ, സബ്സർഫസ് വാട്ടറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അത് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്താണ്? വഡോസ് വാട്ടറും അതുപോലെ ഗ്രൗണ്ട് വാട്ടറും. പിന്നെ എന്ത് പഠിച്ചു? ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പഠിച്ചു. ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് 3 ടൈപ്പ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? മീറ്റിയോറിക് വാട്ടർ, അതുപോലെ കോർണേറ്റ് വാട്ടർ, അതുപോലെ ജുവനൈൽ വാട്ടർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ നമുക്കിത് അറിയാമായിരിക്കും, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണ്. പക്ഷെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഇവിടെ. ഓക്കെ. സൈക്ലിക് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ, ഓഷ്യാനോസ്ഫിയർ ആൻഡ് ഓൾസോ ലാൻഡ്. എന്താണ്? വാട്ടറിൻ്റെ സൈക്ലിക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ അകത്ത് നമ്മൾ പണ്ട് വാട്ടർ സൈക്കിൾ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ സെയിം അത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? പ്രസിപ്പിറ്റേഷൻ നടക്കും. പിന്നെ എന്ത് നടക്കും? റൺ ഓഫ് നടക്കും, ഇൻഫിൽട്രേഷൻ നടക്കും, ഇവാപ്പറേഷൻ നടക്കും, കണ്ടൻസേഷനും നടക്കും. ഓക്കെ. ഇത്രയാണ് എന്താണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് സിംപ്ലി പറയാം. ഓക്കെ. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഇതൊക്കെ. ഇതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്താണ്? പ്ലാന്റ് അപ്ടേക്ക്, അതായത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി പ്ലാന്റ്സിൽ നിന്ന് എന്താണ്? ട്രാൻസ്പിറേഷൻ നടന്നാണ് വാട്ടർ മുകളിലോട്ട് പോകുന്നത്. അതുപോലെ താഴെയുള്ള റിവേഴ്സിൽ നിന്നൊക്കെ എങ്ങനെയാണ്? ഇവാപ്പറേഷനാണ് നടക്കുന്നത് അല്ലേ. എന്നിട്ട് ഇപ്പം സ്നോ മെൽറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെയിനൊക്കെ വരുന്നു. അപ്പോൾ എന്താണ്? സർഫസ് റൺ ഓഫ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഇൻഫിൽട്രേഷൻ ഇൻറ്റു ഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടറിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഇവിടെ സ്നോ റൺ ഓഫ് നടക്കുന്നു. ഇവിടെ പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ റെയിൻ വരുന്നു. ഓക്കെ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷൻ അതൊക്കെ നടന്നു. മുകളിൽ കണ്ടൻസേഷൻ നടക്കുന്നു, അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു, റൺ ഓഫ് വരുന്നു. അങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഫിഗർ മനസ്സിലായോ? നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
ഫസ്റ്റ് നമുക്ക് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, hydrologic cycle describes the continuous movement of water on, above and below the surface of earth. എർത്തിൻ്റെ സർഫസിൽ ഓൺ എർത്ത് സർഫസ്, ബിലോ ദ എർത്ത് സർഫസ്, അതുപോലെ എബവ് ദ എർത്ത് സർഫസിൽ ഈ വാട്ടർ ഇങ്ങനെ സൈക്ലിക്കായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ കണ്ടിന്യൂസ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നിയർലി എ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഇൻവോൾവിങ് വാട്ടർ ആസ് ഇറ്റ് എക്സിസ്റ്റ് in all its form or on or within the earth. Okay, merely a chain of event involving water as it exists in all its form. Okay, വാട്ടറിൻ്റെ എല്ലാ ഫോമും എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് എന്താ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, ഹൈഡ്രോളജി നമ്മൾ നേരത്തെ ആ ഫിഗർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. അതായത് വാട്ടറിൻ്റെ ഓരോ ഫോമിൽ, വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോമിൽ ഇങ്ങനെ നടക്കുന്ന എന്താ ചെയിൻ ഓഫ് ഇവൻറ്റ്സിനെയാണ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആസ് എ പാർട്ട് ഓഫ് ദി ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ദ ലിക്വിഡ് വാട്ടർ ഇവോപ്പറേറ്റ്സ് ഫ്രം ദി സർഫസ് വാട്ടർ ബോഡീസ്. എന്ന് വെച്ചാൽ എന്താ, ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ സർഫസ് വാട്ടർ ബോഡീസിൽ നിന്ന് എങ്ങനെയാണ് വാട്ടർ പോകുന്നത്? വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സർഫസ് വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് ഫിഗറിൽ കണ്ടായിരുന്നു. എന്താണ്, റിവേഴ്സ് ഒക്കെയാണല്ലോ സർഫസ് വാട്ടർ ബോഡീസ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? വാട്ടർ എങ്ങനെയാണ്? വാട്ടർ ഇവാപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ ആൻഡ് ഈസ് ലോസ് ഫ്രം ദി വെജിറ്റേഷൻ ബൈ ട്രാൻസ്പിറേഷൻ. വെജിറ്റേഷൻ എന്ന് വെച്ചാൽ മരങ്ങളിൽ നിന്ന് എങ്ങനെയാണ്? ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് ചെയ്യും. ഓക്കെ, അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ വാട്ടർ വേപ്പർ കണ്ടൻസസ് ഇൻ ടു ക്ലൗഡ്സ്. സ്യൂട്ടബിൾ കണ്ടീഷനിൽ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യും? കണ്ടൻസസ് ഇൻ ടു ക്ലൗഡ്സിലോട്ട് കണ്ടൻസ് ചെയ്യും. ആൻഡ് സബ്സിക്വൻ്റ്ലി ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് ഇൻ ദ ഫോം ഓഫ് റെയിൻ, സ്നോ, ഹെയിൽ എക്സെട്ര. ഓക്കെ, അത് ഇവൻച്വലി എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എങ്ങനെയാണ്? പ്രസിപ്പിറ്റേറ്റ് ഇൻ ദ ഫോം ഓഫ് റെയിൻ, സ്നോ, ഹെയിൽ എക്സെട്ര. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്യും? സർഫസിലുള്ള വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവോപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ സംഭവിച്ച് എന്ത് ചെയ്യും? അത് മുകളിലോട്ട് പോകും, വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് കണ്ടൻസസ് ഇൻ ടു ക്ലൗഡ്സ് ആയിട്ട് കണ്ടൻസ് ചെയ്യും. അങ്ങനെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? പതുക്കെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേഷൻ വഴി എന്താണ്? റെയിൻ അല്ലെങ്കിൽ സ്നോ ആവും. ഓക്കെ, അപ്പം ഈ റെയിൻ അല്ലെങ്കിൽ സ്നോ ആയിട്ട് വരുന്നത് എന്ത് ചെയ്യും? റെയിൻ താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ആ വാട്ടർ റൺ ഓഫ് ചെയ്ത് പിന്നെയും ഈ ഈ വാട്ടർ പ്ലാന്റ്സിന് കിട്ടും. അത് പ്ലാന്റ്സ് ഈ റൺ ഓഫ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ അണ്ടർഗ്രൗണ്ട് വാട്ടറിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യും. അതുപോലെ റിവേഴ്സിലോട്ട് പോവും. ഓക്കെ, അങ്ങനെ അവിടേക്ക് പിന്നെയും വാട്ടർ ആവും. പിന്നെയും ഈ പ്രോസസ്സ് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, for proper understanding of groundwater in all its aspects, the concept of hydrological cycle must be understood clearly. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി, അതായത് എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് ഗ്രൗണ്ട് വാട്ടറിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്ന് ക്ലിയർലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സബ് സർഫസ് വാട്ടർ, അതായത് അതിൻ്റെ സോണൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കാം. നമ്മൾ നേരത്തെ സബ് സർഫസ് വാട്ടർ നോക്കിയപ്പോൾ തന്നെ നമ്മൾ സാച്ചുറേറ്റഡ് സോൺ ആ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. അത് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ആ ഫിഗറിൽ കണ്ടത്. അപ്പോൾ എന്താണ്? സോണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ് സർഫസ് വാട്ടർ. ഓക്കെ, the water that goes below the surface of land may be found to exist in two main zones. അതാണ് വഡോ സോണും ഫ്രിയാറ്റിക് സോൺ. ഫ്രിയാറ്റിക് സോൺ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും. ഓക്കെ, വാട്ടർ ദാറ്റ് ഗോസ് ബിലോ ദി സർഫസ് ഓഫ് ലാൻഡ്. ലാൻഡിൻ്റെ, അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് താഴോട്ട് പോകുന്ന വാട്ടറൊക്കെ രണ്ട് സോണിലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? വഡോസ് വാട്ടറായിട്ടും അതുപോലെ ഫ്രിയാറ്റിക് വാട്ടറായിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ Vadose zone. The Vadose zone
വഡൂസ് ഈസ് ഫോം ഫ്രം ദി ലാറ്റിൻ ഫോർ ഷാലോ. വഡൂസ് എന്ന് വെച്ചാൽ ഷാലോ എന്നാണ് അർത്ഥം. എവിടെ ലാറ്റിനിൽ ഷാലോ എന്നാണ് വഡൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വഡൂ സോൺ ഓൾസോ ടേംഡ് ദി അൺസാച്ചുറേറ്റഡ് സോൺ. വഡൂ സോണിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സോൺ എന്നും പറയാറുണ്ട്. ഈസ് എ പാർട്ട് ഓഫ് എർത്ത് ബിറ്റ്വീൻ ദ ലാൻഡ് സർഫസ് ആൻഡ് ദി ടോപ്പ് ഓഫ് ദി ഫ്രിയാറ്റിക് സോൺ. ഫ്രിയാറ്റിക് സോൺ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോണിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലാൻഡിനും അതുപോലെ ഫ്രിയാറ്റിക് സോണിനും ഇടയിൽ നിൽക്കുന്ന ആ സോണിനെയാണ് നമ്മൾ വഡൂ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, the position at which the groundwater is at atmospheric pressure. Okay, phreatic zone, the position at which groundwater is at atmospheric pressure. Okay, അപ്പോൾ അതിനിടയിലുള്ള പോർഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വഡൂ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, the വഡൂ zone extends from the top of the ground surface to the water table. ഗ്രൗണ്ട് സർഫസിൻ്റെ ടോപ്പിൽ നിന്ന് എവിടെ വാട്ടർ ടേബിൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്താ വഡൂ സോൺ എന്ന് പറയുന്നത്. പിന്നെന്താ, വാട്ടർ ഇൻ ദ വഡൂ സോൺ ഹാസ് എ പ്രഷർ ഹെഡ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറഞ്ഞൊരു പ്രഷർ ഹെഡ് ആയിരിക്കും വഡൂ സോണിലുള്ള വാട്ടറിന് ഉള്ളത്. ഓക്കെ, ആൻഡ് ഈസ് റീറ്റെയിൻഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് അഡിഷൻ ആൻഡ് കാപ്പിലറി ആക്ഷൻ. എങ്ങനെയാണ് ഇത് റീറ്റെയിൻ ചെയ്യുന്നത്? ബൈ എ കോമ്പിനേഷൻ ഓഫ് അഡീഷനും അതുപോലെ കാപ്പിലറി ആക്ഷനും വഴിയാണ് ഇത് റീറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ വഡൂസ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വഡൂസ് വാട്ടർ ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻറ്റു 3 ഡിഫറെൻറ്റ് ടൈപ്പ്. വഡൂസ് വാട്ടറിനെ 3 ടൈപ്പായിട്ട് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സോയിൽ വാട്ടർ, ഇൻ്റർമീഡിയറ്റ് വഡൂ സോൺ, അതുപോലെ കാപ്പിലറി വാട്ടർ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്സർഫസ് വാട്ടർ. നേരത്തെ കണ്ട ആ ഫിഗർ തന്നെയാണ്. അതിലിപ്പോൾ വഡൂസ് വാട്ടർ നമുക്കിപ്പോൾ മനസ്സിലായി കാണും എങ്ങനെയാണെന്ന്. അതായത് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 എണ്ണം? ഒന്ന് സോയിൽ വാട്ടർ, ഒന്ന് ഇൻ്റർമീഡിയറ്റ് വഡൂസ് വാട്ടർ, അതുപോലെ കാപ്പിലറി സോൺ, അല്ലെങ്കിൽ അവിടെയുള്ള വാട്ടർ എന്താണ്? കാപ്പിലറി വാട്ടർ. അതിന് ഒരുമിച്ച് പറയുന്നത് എന്താ? വഡൂസ് വാട്ടർ. ഈ സോണിനെ പറയുന്നത് സോൺ ഓഫ് എയറേഷൻ എന്നാണ്. ഓക്കെ, അതുപോലെ അതിന് താഴെയുള്ള വാട്ടർ എന്താണ്? അതാണ് ഗ്രൗണ്ട് വാട്ടർ. ആ സോണിനെ പറയുന്നത് സോൺ ഓഫ് സാച്ചുറേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ വാട്ടർ. ഓക്കെ, ഇറ്റ് ഫോംസ് എ തിൻ ലെയർ കൺഫൈൻഡ് ടു നിയർ സർഫസ് ഓഫ് ദി ലാൻഡ്. അതായത് എന്താണ്? ലാൻഡിൻ്റെ അടുത്തായിട്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ലെയർ അല്ലേ, ജസ്റ്റ് ആ ലാൻഡ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ലെയറാണ് എന്താ? സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ തിൻ ലെയറിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് മേ ഒക്കർ അറ്റ് ഡെപ്ത് ബിറ്റ്വീൻ 1 to 9 മീറ്റർ. 1 മുതൽ 9 മീറ്റർ വരെയാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹെൽഡ് അപ്പ് ബൈ റൂട്ട് സോൺ ഓഫ് വെജിറ്റേഷൻ ആൻഡ് സോയിൽ. അതായത് സോയിലിൻ്റെ അതുപോലെ വെജിറ്റേഷൻ്റെ റൂട്ട് സോണിലായിരിക്കും ഈ വാട്ടർ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ലൈഫ് ആൻഡ് ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ. അപ്പോൾ റൂട്ട് സോണിലുള്ളതുകൊണ്ട് തന്നെ എന്താണ്? ഈ വാട്ടറാണ് എന്താണ് പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്താണ്? ലൈഫ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ലൈഫ് ആൻഡ് ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ. വെജിറ്റേഷൻ്റെ ലൈഫിനും ഗ്രോത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടറാണ് എന്തെന്ന് പറയുന്നത്? സോയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ലോസ്റ്റ് ടു അറ്റ്മോസ്ഫിയർ ത്രൂ ട്രാൻസ്പിറേഷൻ ആൻഡ് ഇവാപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവാപ്പറേഷൻ വഴിയും അതുപോലെ ട്രാൻസ്പിറേഷൻ വഴിയുമാണിത് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? അത് സോയിൽ വാട്ടർ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള നെക്സ്റ്റ് അടുത്ത സോൺ എന്താണ്? ഇൻ്റർമീഡിയറ്റ് വഡൂ സോൺ എന്നാണ് അടുത്ത സോണിനെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ഇമ്മീഡിയറ്റ്ലി ബിലോ സോയിൽ വാട്ടർ. സോയിൽ വാട്ടർ കഴിഞ്ഞ് തൊട്ടടുത്ത ലെയർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് വഡൂ സോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ഇൻ ദി സോൺ ഈസ് മൂവിങ് ഡൗൺ വേർഡ്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വാട്ടർ താഴോട്ട് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഓഫ് സ്മോൾ തിക്നെസ് ആൻഡ് മേ ബി ആബ്സെൻറ്റ് ഇൻ സം കേസസ്. തിക്നെസ് വളരെ ചെറുതും ആയിരിക്കും, ചില സമയത്തത് എന്താണ്? ആബ്സെൻറ്റും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ,
The above two zones are sometimes collectively referred as എന്താ സോൺ ഓഫ് എയറേഷൻ. ബാക്കിയുള്ള രണ്ട് സോണിനെ എന്തെന്നാ പറയുന്നത്? സോൺ ഓഫ് എയറേഷൻ. അതായത് ഈ 3 ലെയറിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് എന്താ പറയുന്നത്? സോൺ ഓഫ് എയറേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അടുത്തതായിട്ട് വരുന്നതാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ സോൺ ഓഫ് കാപ്പിലറി വാട്ടർ കോൾഡ് കാപ്പിലറി ഫ്രിഞ്ചസ് അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയും. ഓക്കെ, ഈസ് പ്രസൻറ്റ് only in soil and rocks of fine particle size underlying the വഡോ സോൺ. വഡോ സോണിന് താഴെ ഫൈൻ പാർട്ടിക്കിൾ സൈസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോയിൽ അല്ലെങ്കിൽ റോക്സിലാണ് നമ്മൾ മെയിനായിട്ട് ഈ സോൺ ഓഫ് കാപ്പിലറി വാട്ടർ അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ചസ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ സോൺ കാണുന്നത് അങ്ങനെയുള്ള സ്ഥലത്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദി കോസ് സെഡിമെൻറ്റ്സിൽ ഇത് ആബ്സെൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണിത് കോസ് സെഡിമെൻറ്റ്സിൽ ആബ്സെൻ്റ് ആയത്? കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫ്ലോ അവിടെ നടക്കത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതാ പറയുന്നത് റോക്സ് ഓഫ് ഫൈൻ പാർട്ടിക്കിൾ സൈസ്, അതായത് റോക്സ് ഓഫ് ഫൈൻ പാർട്ടിക്കിൾ സൈസ് ഉള്ള റോക്സിലോ അല്ലെങ്കിൽ സോയിലോ മാത്രമേ കാണുള്ളൂ. എന്തുകൊണ്ടാണ്? അവിടെ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ നടക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്, അങ്ങനെ പറയുന്നത്. ഓക്കെ, in fine particle size zone, groundwater is drawn upward by capillary action. Okay, above saturated zone lying underneath. അതായത് എന്താണ്? ഇൻ ഫൈൻ പാർട്ടിക്കിൾ സൈസ് സോണിൽ അണ്ടർ വാട്ടർ എന്ത് ചെയ്യും? കാപ്പിലറി ആക്ഷൻ വഴി അപ്വേർഡ് മൂവ്മെൻറ്റ് അവിടെ നടക്കും. ഓക്കെ, സാച്ചുറേറ്റഡ് സോൺ എന്താണ്? താഴെയുള്ള സാച്ചുറേറ്റഡ് സോണിൽ നിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ട് വാട്ടർ കാപ്പിലറി ആക്ഷൻ വഴി മുകളിലോട്ട് പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താ? ഇൻ ഫ്രിയാറ്റിക് വാട്ടർ സോൺ ഓൾസോ കോൾഡ് ആസ് സോൺ ഓഫ് സാച്ചുറേഷൻ ലൈസ് ബിലോ ദി കാപ്പിലറി ഫ്രിഞ്ച്. ഓക്കെ, ഇത് ഫ്രിയാറ്റിക് വാട്ടർ സോൺ. ഫ്രിയാറ്റിക് വാട്ടർ സോൺ എന്ന് വെച്ചാൽ എന്താ? ഗ്രൗണ്ട് വാട്ടറിനെയാണ് നമ്മൾ ഫ്രിയാറ്റിക് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രിയാറ്റിക് വാട്ടർ സോൺ എന്ന് പറയുന്നത് ഈ കാപ്പിലറി ഫ്രിഞ്ചസ് അല്ലെങ്കിൽ ആ കാപ്പിലറി സോണിൻ്റെ ജസ്റ്റ് താഴെ തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ദ വാട്ടർ ഹെൽഡ് ഇൻ ദിസ് സോൺ ഈസ് കോൾഡ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള വാട്ടറിനെ എന്തെന്നാ പറയുന്നത്? താഴെയുള്ള അതാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദി അപ്പർ സർഫസ് ഓഫ് ദിസ് സോൺ ഈസ് കോൾഡ് വാട്ടർ ടേബിൾ. ഈ സോണിൻ്റെ അപ്പർ സർഫസിന് എന്തെന്നാണ് പറയുന്നത്? വാട്ടർ ടേബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഫിഗർ കണ്ടപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വാട്ടർ ടേബിൾ എവിടെയാണെന്ന് കറക്റ്റായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻ ദിസ് സോൺ ദ ലെയർ ഓഫ് റോക്സ് which are porous and permeable have their open space filled with എന്താ? ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, ഈ സോണിലുള്ള ദ ലെയർ ഓഫ് റോക്ക് വിച്ച് ആർ പോറസ് ആൻഡ് പെർമേബിൾ ആൻഡ് പോറസ് ആയിട്ടുള്ള റോക്സ് റോക്സിൽ എന്ത് ഉണ്ട്? ഓപ്പൺ സ്പേസസ് ഉണ്ട്. ആ ഓപ്പൺ സ്പേസസിൽ ഗ്രൗണ്ട് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രിഡോമിനൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സോൺ ഈസ് lateral flow controlled by head of flow. ഇവിടെയുള്ള മൂവ്മെൻറ്റ് എന്താണ്? lateral flow. സോൺ ഈസ് lateral flow controlled by head flow. ഹെഡ് ഫ്ലോ ആണ് ഇവിടുത്തെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇത് സോൺ ഓഫ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ജസ്റ്റ് ഒന്ന് എന്താ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ കാണിച്ച അതുപോലെ തന്നെ വേറൊരു ഫിഗർ വേറെ ടൈപ്പിലായിട്ട് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കിവിടെ സൈഡിൽ വഡോസ് വാട്ടർ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ എന്ന് കാണിച്ചിട്ടുണ്ട്. വാട്ടർ ടേബിൾ കണ്ടു. വഡോസ് വാട്ടർ കഴിഞ്ഞിട്ട് അവിടെ വാട്ടർ ടേബിൾ തുടങ്ങുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആണ് വാട്ടർ ടേബിൾ കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാതെ ഇങ്ങനെ കാണിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇവിടെ റൺ ഓഫിൻ്റെ കാണിക്കുന്നുണ്ട്, സോൺ ഓഫ് എയറേഷൻ്റെ കാണിക്കുന്നുണ്ട്, ഇസഡ് എ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണെന്ന് ഇവിടെ ഉള്ള ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ടർ എങ്ങനെയാണ്, വാട്ടറിനെ ഏതൊക്കെ എന്താണ് സബ് സർഫസ് വാട്ടർ ഉണ്ട്, അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്, എങ്ങനെയാണ്
അണ്ടർ ദി ലാൻഡ് അല്ലെങ്കിൽ അണ്ടർ ദി ഗ്രൗണ്ട് എങ്ങനെയാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ടിൽ ദി അണ്ടർഗ്രൗണ്ട് വാട്ടർ, അവിടെ വരെ എങ്ങനെയാണ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ എത്രയൊക്കെ സോണായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.